ഇന്ന് നോക്കാൻ പോകുന്നത് എന്താണ് ഫയർവാൾ ഫിൽറ്റർ, അതുപോലെ എങ്ങനെയാണ് ഫയർവാൾ ഫിൽറ്റർ ജുനിപ്പറിൽ കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഫയർവാൾ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു റൂൾ ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമ്മളൊരു ട്രാഫിക് ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫയർവാൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു പാക്കറ്റിനെ ഡിസ്കാർഡ് ചെയ്യണോ അലോ ചെയ്യണോ, ഓക്കെ, അങ്ങനെയുള്ള ആക്ഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫയർവാൾ ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫയർവാൾ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, ഫയർവാൾ ഫിൽറ്ററിൻ്റെ അകത്ത് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ഫിൽറ്റർ കോൺഫിഗർ ചെയ്യും. ഫിൽറ്ററിൻ്റെ അണ്ടറിൽ നമുക്ക് വേണ്ട ഒരു ടേം കോൺഫിഗർ ചെയ്യും. ഒരു ടേമിന് രണ്ട് സൈഡാണുള്ളത്, ഒന്ന് മാച്ച് കണ്ടീഷൻ, രണ്ടാമത്തത് ആക്ഷൻ. ഓക്കെ, അതായത് മാച്ച് കണ്ടീഷനിലൂടെ നമുക്ക് മാച്ച് ചെയ്യേണ്ടത് എന്തിനാണോ എന്നുള്ളത് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ചില കേസിൽ IP പാക്കറ്റ്സ് ആയിരിക്കും, ചില കേസിൽ പ്രോട്ടോക്കോൾ ആയിരിക്കും. ഓക്കെ, മാച്ച് കണ്ടീഷനിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കും. ആക്ഷൻ്റെ അകത്ത് ഈ മാച്ച് കണ്ടീഷൻ മാച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ആക്ഷൻ പെർഫോം ചെയ്യണം എന്നുള്ളത് നമ്മൾ ആക്ഷൻ്റെ അകത്ത് പറഞ്ഞു കൊടുക്കും. ഓക്കെ, അതുപോലെ ഫയർവാൾ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നത് ടോപ്പ് ടു ബോട്ടാണ്. ഓക്കെ, ഫസ്റ്റ് തന്നെ നമുക്ക് കോൺഫിഗർ ചെയ്യാം. അപ്പോൾ ഈ ഒരു ഇന്നത്തെ ഒരു സെനാരിയോയിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഞാൻ ഈ ഒരു ലാബിൽ ഒരു ജുനിപ്പറിൻ്റെ EH3400 സ്വിച്ചാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ഒരു രണ്ട് ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ സ്വിച്ചിൻ്റെ IRB ഇൻ്റർഫേസിൽ ഞാൻ 192.168.100.1 എന്ന് പറഞ്ഞൊരു IP കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഓരോ എൻഡ് ഡിവൈസുകൾക്കും ഞാൻ IP മാസ്ക് ഗേറ്റ് വേ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ നോർമൽ കേസിൽ ഈ 3 കമ്പ്യൂട്ടറിൽ നിന്നും നമുക്ക് ഈ സ്വിച്ചിലേക്ക് പിങ് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ആ പിങ്ങിനെയാണ് ഡിസേബിൾ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ഫിൽറ്ററിൽ. അപ്പോൾ അതിൻ്റെ ശേഷം ഈ ഒരു ഒറ്റ IP ന്നും നമുക്ക് ഈ സ്വിച്ചിൻ്റെ IRB ഇൻ്റർഫേസിലേക്ക് പിങ് കിട്ടില്ല. ഫസ്റ്റ് തന്നെ നമുക്കൊന്ന് പിങ് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു കമ്പ്യൂട്ടറിൽ ഈ ഒരു IP സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാൻ ഈ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് അഡാപ്റ്ററാണ് ഷോ ചെയ്ത്. അപ്പോൾ ഇതിൽ 192.168.100.11 എന്ന് പറഞ്ഞ IP ഞാൻ ഈ ഒരു PCക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഗേറ്റ് വേ ഉണ്ട്, മാസ്ക് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് പിങ് ചെയ്യുന്നുണ്ട്. പിങ് ചെയ്യുന്നത് ഞാൻ ഈ ഗേറ്റ് വേയിലേക്കാണ്, അതായത് ഈ IRB ഇൻ്റർഫേസിലേക്ക്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിങ് 192.168.100.1 ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം സക്സസ്ഫുള്ളി പിങ് ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പിങ്ങിനെയാണ് ഡിസേബിൾ ചെയ്യാൻ പോകുന്നത്. ശേഷം ഈ ഒരു ഒറ്റ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് പിങ് കിട്ടില്ല. ഫസ്റ്റ് തന്നെ സ്വിച്ചിൻ്റെ കോൺഫിഗറേഷൻ മോഡിലേക്ക് പോകുന്നുണ്ട്. ഫസ്റ്റ് തന്നെ ഡിവൈസ് ലോഗിൻ ചെയ്യുന്നുണ്ട്. CLI എഡിറ്റ് സെറ്റ് ഫയർവാൾ ഫാമിലി iNet ഫിൽറ്റർ. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് നമ്മുടെ ഫിൽറ്ററിന് പേര് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് മൈ ഫിൽറ്റർ എന്നാണ് ഇവിടെ പേര് കൊടുക്കുന്നത്. ഫിൽറ്ററിൻ്റെ പേര് മൈ ഫിൽറ്റർ. ഓക്കെ, ഇനി ഈ ഫിൽറ്ററിൻ്റെ അകത്ത് നമുക്ക് ടേം, അതായത് നമ്മളെ ടേം ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമ്മൾ പിങ് ബ്ലോക്ക് ചെയ്യാനുള്ള ടേമാണ് ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ICMP ഓക്കെ ബ്ലോക്ക് ചെയ്യാനുള്ള ടേമാണ് നമ്മൾ കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ടേമിൻ്റെ പേരാണ് കൊടുക്കുന്നത് ബ്ലോക്ക് ICMP. ഓക്കെ, ബ്ലോക്ക് ICMP. ഇനി നമുക്ക് മാച്ച് കണ്ടീഷൻ കൊടുക്കണം. ഓക്കെ, മാച്ച് കണ്ടീഷൻ ഫ്രം പ്രോട്ടോകോൾ ICMP. ഓക്കെ, ICMP നമ്മൾ പിങ് ആയതുകൊണ്ട് തന്നെ ICMP ആണ് പ്രോട്ടോകോൾ. അപ്പോൾ ഞാൻ ICMP കൊടുക്കുന്നുണ്ട്. ഓക്കെ, എൻ്റർ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ആക്ഷൻ, അതായത് ഈ ഒരു മാച്ച് കണ്ടീഷൻ മാച്ച് ചെയ്യുകയാണെങ്കിൽ എന്ത് ആക്ഷനാണ് വർക്ക് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ഫയർവാൾ ഫാമിലി iNet ഫിൽറ്റർ നമ്മൾ നേരത്തെ ഒരു ഫിൽറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം ഫിൽറ്ററിൻ്റെ അണ്ടറിലാണ് എല്ലാ ടേംസും നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ ഫിൽറ്റർ ഇനി ടേം
സെയിം ടേമാണ് നമ്മളത് ബ്ലോക്ക് ICMP എന്നുള്ളപ്പോൾ ബ്ലോക്ക് ICMP. ഇനി ഈ ഒരു ഫ്രം എന്ന് പറഞ്ഞാൽ മാച്ച് കണ്ടീഷൻ, അതായത് ICMP പിങ് ആണെങ്കിൽ എന്നാണ് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഈ ഫ്രമ്മിലൂടെ മാച്ച് കണ്ടീഷൻ. ഇനി ആക്ഷൻ അതെന്ത് ആവണം എന്നുള്ളത് നമ്മൾ ഇവിടെ പറഞ്ഞു കൊടുക്കും. അപ്പം അതിനുവേണ്ടി യൂസ് ചെയ്യുന്നതാണ് ദെൻ. ഓക്കെ, ദെൻ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത് ഫസ്റ്റ് തന്നെ ആ പാക്കറ്റിനെ ലോഗ് ചെയ്യണം, അതായത് നമുക്ക് ലോഗിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റണം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ദെൻ ലോഗ് ഓക്കെ എൻ്റർ കൊടുക്കുന്നുണ്ട്. ഇനി ഒരു ടേം കൂടെ നമുക്ക് കൊടുക്കാം, ഒരു ആക്ഷനോടെ നമുക്ക് പെർഫോം ചെയ്യാം. നമുക്ക് ഡിസ്കാർഡ് ചെയ്യണം, അതായത് പാക്കറ്റ്സ് ഒന്നും സക്സസ്ഫുള്ളി പിങ് ആവണ്ട, നമുക്കതിനെ ഡിസ്കാർഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെറ്റ് ഫയർവാൾ ഫാമിലി inet ഫിൽറ്റർ നമ്മുടെ ഫിൽറ്ററിൻ്റെ പേര് മൈ ഫിൽറ്റർ. ഇനി ടേം ബ്ലോക്ക് ICMP. ഇനി ദെൻ ഇനി ഡിസ്കാർഡ് ചെയ്യണം, അപ്പോൾ ഡിസ്കാർഡ്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് കാണിച്ചു തരാം എന്തൊക്കെ ആക്ഷൻസ് നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് ഒരുപാട് ആക്ഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ കോൺഫിഗർ ചെയ്യാൻ പോകുന്നത് ഡിസ്കാർഡ് ദ പാക്കറ്റാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡിസ്കാർഡ് കൊടുക്കുന്നുണ്ട്, ഡിസ്കാർഡ്. ഇനി നമുക്ക് ഫയർവാൾ ഫിൽറ്ററിൽ ഒരു ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി ഉണ്ട്, അതായത് നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ആ ഡിനീനെ നമുക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു അലോ കൊടുക്കണം. ഓക്കെ, അതായത് ഇതൊഴികെ ബാക്കി എന്ത് പാക്കറ്റ്സ് വന്നാലും അലോ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ജസ്റ്റ് ടേം ഡിഫൈൻ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ടേം കൂടെ കൊടുക്കുന്നുണ്ട്, സെറ്റ് ഫയർവാൾ ഫാമിലി inet ഫിൽറ്റർ. സെയിം ഫിൽറ്ററിൻ്റെ അണ്ടറിൽ തന്നെയാണ് നമ്മൾ കൊടുക്കുക, മൈ ഫിൽറ്റർ. ഇനി ടേം പുതിയൊരു ടേം. അപ്പം സെയിം ഫിൽറ്ററിൻ്റെ അണ്ടറിൽ നമ്മൾ പുതിയൊരു ടേം ഉണ്ടാക്കണം. അപ്പോൾ ബാക്കിയുള്ള എന്ത് വന്നാലും നമുക്ക് അലോ ചെയ്യണം, അതുകൊണ്ട് തന്നെ അലോ ഓൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ദെൻ അക്സെപ്റ്റ്. ഓക്കെ, അക്സെപ്റ്റ്. ഓക്കെ, ഞാൻ ജസ്റ്റ് കമ്മിറ്റ് കൊടുക്കുന്നുണ്ട്. കമ്മിറ്റ് നമ്മുടെ ഫയർവാൾ ഫിൽറ്റർ ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് ഷോ ചെയ്ത് കാണിച്ചു തരാം. ഷോ ഫയർവാൾ ഫാമിലി inet ഫിൽറ്റർ. നമ്മുടെ ഫിൽറ്ററിൻ്റെ പേര് ബ്ലോക്ക് മൈ ഫിൽറ്റർ. ഓക്കെ, ഷോ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഇതാണ് നമ്മുടെ ഫിൽറ്റർ. ഇത് ഞാൻ ജസ്റ്റ് സെറ്റ് ഫോർമാറ്റിലൊന്ന് ഷോ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മൾ കോൺഫിഗർ ചെയ്ത ഫിൽറ്റർ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മുടെ ഫയർവാൾ ഫിൽറ്ററിൽ ഈ മൈ ഫിൽറ്റർ എന്നാണ് പറഞ്ഞതാണ് നമ്മുടെ ഫിൽറ്ററിൻ്റെ പേര്. നമ്മൾ ഒറ്റ ഫിൽറ്ററെ ഡിഫൈൻ ചെയ്തിട്ടുള്ളൂ, അതുകൊണ്ട് തന്നെ ഈ ഫിൽറ്ററിൻ്റെ അണ്ടറിലാണ് നമ്മൾ ടേം എല്ലാം വരുന്നത്. അതുപോലെ ഈ ഒരു ഫിൽറ്ററിൻ്റെ അണ്ടറിൽ നമ്മൾ 2 ടേമാണ് ഡിഫൈൻ ചെയ്തത്. ഓക്കെ, മൈ ഫിൽറ്റർ എന്നാണ് ഫിൽറ്ററിൻ്റെ പേര്. ഇനി ടേമിൻ്റെ പേര് ഫസ്റ്റ് ടേം ബ്ലോക്ക് ICMP എന്നാണ്, അതായത് നമുക്ക് എല്ലാ ICMP ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ പേര് മാത്രമാണ് ഈ ബ്ലോക്ക് ICMP എന്നുള്ളത്. പിന്നെ അതുപോലെ ഫ്രമ്മാണ് മാച്ച് കണ്ടീഷൻ. ഓക്കെ, അതായത് എന്ത് ചെയ്യണം എന്നുള്ളത്, അത് എന്ത് ചെയ്യണം എന്നല്ല, എന്തിനാണോ മാച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഞാനിവിടെ പ്രോട്ടോക്കോൾ ICMPനെയാണ് ഇവിടെ മാച്ച് കൊടുത്തത്. ഇനി അടുത്ത ലൈനിൽ ഞാൻ കൊടുത്തത് നമ്മുടെ സെയിം ഫിൽറ്ററിൻ്റെ അണ്ടറിൽ ബ്ലോക്ക് ICMP സെയിം ടേം തന്നെയാണ്. ഈ ടേമിൻ്റെ ആക്ഷനാണ് ഇവിടെ പറഞ്ഞു കൊടുത്തത്, അതായത് ദെൻ എന്ന് പറഞ്ഞാൽ ഈ പ്രോട്ടോക്കോൾ ICMP ആണ് വരുന്നതെങ്കിൽ ഇവിടെ കൊടുത്ത ആക്ഷൻ, അതായത് ദെൻ ഈ പ്രോട്ടോക്കോൾ ICMP ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ലോഗ് ചെയ്യണം. അതുപോലെ ഈ സെയിം ടൈമിൽ ഒരു ആക്ഷനും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ട്, ലോഗ് ചെയ്യണം. കൂടെ തന്നെ നമുക്ക് ആ പാക്കറ്റിനെ ഡിസ്കാർഡും ചെയ്യണം. ഓക്കെ, ഡിസ്കാർഡ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു ലോഗും കിട്ടും.
അപ്പോൾ രണ്ട് ടേമാണ് നമ്മൾ ഇതിൽ കൊടുത്ത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഈ ഫിൽറ്ററിൻ്റെ അണ്ടറിൽ മൈ ഫിൽറ്ററിൻ്റെ അണ്ടറിൽ തന്നെ അലോ ഓൾ എന്ന് പറഞ്ഞൊരു ടേം ജസ്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഈ അലോ ഓൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഫയർവാൾ ഫിൽറ്റർ വർക്ക് ചെയ്യുന്നത് നമുക്കറിയാം ടോപ്പ് ടു ബോട്ടാണ്. അതായത് ഫസ്റ്റ് ടേമിനെ ഇവാലുവേറ്റ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് ടേമിലേക്ക് വരും. ഇപ്പോൾ ഓക്കെ, അങ്ങനെയാണ് ഫയർവാൾ ഫിൽറ്റർ ഇത് ചെയ്യുക. അപ്പോൾ ഇവിടെ ഈ ഒരു ഫയർവാൾ ഫിൽറ്ററിൽ ഒരു ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി ഉണ്ട്, അത് നമുക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ഡിനി ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ മാച്ച് കണ്ടീഷൻ മാച്ച് ആവുകയാണെങ്കിൽ ഓക്കെ ഇത് വർക്കാവും. പക്ഷേ വേറെ എന്ത് പാക്കറ്റ്സ് വന്നാലും അതിനെയും ഡ്രോപ്പ് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡീഫാൾട്ട് ഇംപ്ലിസിറ്റ് ഡിനി ഉള്ളതുകൊണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പുതിയ ടേമിൽ ഒരു ആക്ഷൻ പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അക്സെപ്റ്റ്. അപ്പോൾ ബാക്കി എന്ത് വന്നാലും അക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞാൻ ജസ്റ്റ് ഇവിടെ പറഞ്ഞു കൊടുത്ത് നമ്മളിപ്പോൾ ഓൾറെഡി കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഫിൽറ്ററിനെ ഒരു ഇൻ്റർഫേസിൽ അസൈൻ ചെയ്യാം. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ഇമേജ് ഒന്നുകൂടെ ഷോ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫിൽറ്റർ കോൺഫിഗർ ആയി. ഇനി നമുക്ക് ഈ സ്വിച്ചിൻ്റെ ഒരു ഇൻ്റർഫേസിൽ നമുക്ക് ഫിൽറ്ററിനെ അപ്ലൈ ചെയ്യാം. ഈ സ്വിച്ചിൻ്റെ ലൂപ്പ് ബാക്ക് ഇൻ്റർഫേസിലാണ് ഞാനിത് ഫിൽറ്റർ അസൈൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ലൂപ്പ് ബാക്ക് ഇൻ്റർഫേസ് കൺട്രോൾ പ്ലെയിനായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഇൻ്റർഫേസ് ആയതുകൊണ്ടാണ് നമ്മൾ ലൂപ്പ് ബാക്ക് ഇൻ്റർഫേസിൽ ഈ ഫിൽറ്റർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ഇൻ്റർഫേസ് LO0 ലൂപ്പ് ബാക്ക് ഇൻ്റർഫേസ് യൂണിറ്റ് 0 ഫാമിലി inet ഫിൽറ്റർ. ഇനി നമ്മുടെ ഫിൽറ്റർ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ടു ബി അപ്ലൈഡ് ടു ദ റിസീവ്ഡ് പാക്കറ്റ്സ്. ഓക്കെ, പിന്നെ അതുപോലെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ ടു ബി അപ്ലൈഡ് ടു ദ ട്രാൻസ്മിറ്റ് പാക്കറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളെ കേസിൽ നമുക്ക് ഇൻപുട്ടിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓക്കെ, ഇൻപുട്ടാണ് നമ്മുടെ ഫിൽറ്റർ അപ്ലൈ ചെയ്യേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വിച്ചിലേക്ക് ആണ് പാക്കറ്റ്സ് വരുന്നത്, അതായത് റിസീവ്ഡ് പാക്കറ്റ്സാണ്. ഓക്കെ, അപ്പം ഇൻപുട്ട്. ഓക്കെ, ഇനി നമ്മുടെ ഫിൽറ്ററിൻ്റെ പേര് മൈ ഫിൽറ്റർ. ഓക്കെ, നമ്മുടെ ഈ മൈ ഫിൽറ്ററിനെ ഞാനിവിടെ ഈ ലൂപ്പ് ബാക്ക് ഇൻ്റർഫേസിൽ അപ്ലൈ ചെയ്ത്. ഓക്കെ, എൻ്റർ. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ സെറ്റ് ഫയർവാൾ ഫാമിലി inet ഫിൽറ്റർ എന്നാണ് കോൺഫിഗർ ചെയ്യുമ്പോൾ ചെയ്തത്. അപ്പോൾ ഒരു XRH സീരീസൊക്കെ ഉപയോഗിച്ച ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അതിലൊക്കെ നമുക്ക് ഡയറക്റ്റ് സെറ്റ് ഫയർവാൾ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ട് തന്നെ നമുക്ക് കോൺഫിഗർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ജുനിപ്പറിൻ്റെ സ്വിച്ചാണ്, EH സീരീസ് സ്വിച്ചാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, EH3400. അപ്പോൾ അതൊരു സ്വിച്ച് മെയിൻലി പർപ്പസ് എന്ന് പറഞ്ഞാൽ സ്വിച്ചാണ്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫാമിലി inet എന്ന് ഡിഫൈൻ ചെയ്യേണ്ടി വരുന്നത് ഫസ്റ്റ് തന്നെ. ഓക്കെ, കാരണം എന്ന് വെച്ചാൽ നമുക്കിതിൽ രണ്ട് ടൈപ്പ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ ഒരു ലെയർ 2 ഫിൽറ്റർ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ ഫാമിലി ഡിഫൈൻ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളെ ഫിൽറ്റർ അപ്ലൈ ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് കമ്മിറ്റ് കൊടുക്കാം. കമ്മിറ്റ്. ഓക്കെ, കമ്മിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഞാൻ ഈ കമാൻഡ് പ്രോംപ്റ്റിലൊന്ന് പോകുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒന്ന് ഷോ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഈ കമ്പ്യൂട്ടറിൻ്റെ കമാൻഡ് പ്രോംപ്റ്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഈ IRB ഇൻ്റർഫേസിലേക്ക് ഒന്ന് പിങ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പോലെ തന്നെ നേരത്തെ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് പിങ് സക്സസ്ഫുള്ളി പിങ് കിട്ടിയിരുന്നു. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഫിൽറ്റർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമുക്ക് പിങ് കിട്ടുന്നില്ല. ഓക്കെ, നമുക്കിവിടെ പിങ് എല്ലാം ഡ്രോപ്പ് ആവുകയാണ്. ഫയർവാൾ ഫിൽറ്ററിൽ പിങ്ങിനെ ബ്ലോക്ക് ചെയ്യണം എന്നാണ്. ഓക്കെ, ICMP പ്രോട്ടോക്കോളാണ് കൊടുത്തത്. അപ്പോൾ പിങ്ങിനെ ബ്ലോക്ക് ചെയ്യണം, അതുപോലെ പിങ്ങിനെ ഡിസ്കാർഡ് ചെയ്യണമെന്നും അതുപോലെ ലോഗ് ചെയ്യണമെന്നും നമ്മൾ കൊടുത്തത്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്വിച്ചിൽ ലോഗ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ സ്വിച്ചിൻ്റെ ലോഗ് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ അതിനു വേണ്ടി റൺ ഷോ ഫയർവാൾ ലോഗ് ഡീറ്റെയിൽസ്. ഓക്കെ, ഡീറ്റെയിൽസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ലോഗ്. ഈ ലോഗിൽ നമുക്ക് ടൈം ഓഫ് ലോഗ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ലോഗിൻ്റെ ടൈം ഡേറ്റ് എല്ലാം കാണിക്കുന്നുണ്ട്. പിന്നെ
നമുക്കിവിടെ ആക്ഷൻ കാണിക്കേണ്ടത്, അതായത് ഫിൽട്ടർ ആക്ഷൻ നമ്മൾ എന്താണോ കോൺഫിഗർ ചെയ്തത് അത്. ഫിൽട്ടർ ആക്ഷനിൽ നമ്മൾ ഡിസ്കാർഡാണ് കോൺഫിഗർ ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്കാർഡ് കാണിക്കുന്നുണ്ട്. പിന്നെ നെയിം ഓഫ് ദ ഇൻ്റർഫേസ് G0/0/4 എന്ന് കാണിക്കുന്നുണ്ട്. ഈ നെയിം ഓഫ് ദ ഇൻ്റർഫേസ് എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ഈ സ്വിച്ചിൻ്റെ G0/0/4 കണക്ട് ചെയ്തത്. ഓക്കെ, അതാണ് ആ നെയിം ഓഫ് ദ ഇൻ്റർഫേസ് കാണിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് നെയിം ഓഫ് പ്രോട്ടോക്കോൾ കാണിക്കുന്നുണ്ട്. ഈ നെയിം ഓഫ് പ്രോട്ടോക്കോൾ നമ്മൾ നോക്കിയാണ് നമ്മൾ ICMP പ്രോട്ടോക്കോൾ അതിന് കൊടുത്ത്, അപ്പോൾ അതുകൊണ്ടാണ് പ്രോട്ടോക്കോൾ ICMP കാണിക്കുന്നത്. ഇനി പാക്കറ്റ് ലെങ്ത്ത് കാണിക്കുന്നുണ്ട് ഇവിടെ. പിന്നെ അതുപോലെ സോഴ്സ് അഡ്രസ്സ് നോക്കിയാൽ കാണാം 192.168.100.11. സോഴ്സ് അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിങ് ചെയ്യുന്ന കമ്പ്യൂട്ടറിൻ്റെ IP ആണ് കാണിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഞാൻ ഇമേജിൽ കാണിച്ചു തരാം. ഈ ഒരു സോഴ്സ്, അതായത് 192.168.100.11 ആണ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ IP. അത് നമ്മളിവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ചെക്ക് ചെയ്തതിൽ നോക്കിയാൽ കാണാം നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ IP. ഓക്കെ, അപ്പോൾ അതാണ് സോഴ്സ് അഡ്രസ്സ്. പിന്നെ അതുപോലെ ലോഗിൽ വേറെ കാണിക്കുന്നത് ഡെസ്റ്റിനേഷൻ അഡ്രസ്സ്, അതായത് എങ്ങോട്ടാണോ നമ്മൾ പിങ് ചെയ്തതെന്നുള്ളത്. അപ്പോൾ അത് കാണിക്കുന്നത് ഇവിടെ നോക്കിയാൽ കാണാം 192.168.100.1, അതായത് നമ്മുടെ ഈ IPയിലേക്കാണ് നമ്മളെ ഡെസ്റ്റിനേഷൻ. ഓക്കെ, ഇനി ജസ്റ്റ് ഞാൻ ഈ കമ്പ്യൂട്ടറിൻ്റെ IP ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് ഒന്നുകൂടെ പിങ് ചെക്ക് ചെയ്ത് നോക്കാം, നമുക്കൊന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഞാൻ ഈ കമ്പ്യൂട്ടറിൻ്റെ ജസ്റ്റ് IP ഒന്ന് ചേഞ്ച് ചെയ്യുന്നുണ്ട്. കൺട്രോൾ പാനൽ, ഓക്കെ, ഞാൻ ഈ 11 എന്നുള്ളതൊരു 13 ആക്കി, 13 കൊടുത്ത്. ഓക്കെ, ഓക്കെ, ഇനി ഞാൻ കമാൻഡ് പ്രോംപ്റ്റിൽ ഈ കമ്പ്യൂട്ടറിൻ്റെ IP ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിയാൽ കാണാം കമ്പ്യൂട്ടറിൻ്റെ IP 100.13 ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ പിങ് കൊടുക്കുക, അതായത് ഞാനിപ്പോൾ കാണിച്ചത് ഈ ഒരു കമ്പ്യൂട്ടർ ഒന്ന് സ്വിച്ചിലേക്ക് പിങ് ചെയ്യുന്ന പോലെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കമ്പ്യൂട്ടറിൻ്റെ IP ഞാൻ ഈ സ്വിച്ചിന് മാനുവലി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നുകൂടെ പിങ് ചെയ്ത് നോക്കാം. ഓക്കെ, 100.1. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം ഇവിടെ നമുക്ക് പിങ് കിട്ടുന്നില്ല. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം നമ്മൾ പിങ് ഡ്രോപ്പ് ആവുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ സ്വിച്ചിൻ്റെ ലോഗ് മെസ്സേജ് ഷോ ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫയർവാൾ ഡീറ്റെയിൽസ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം സെയിം ടൈം, അതുപോലെ ഫിൽട്ടർ ആക്ഷൻ, ഡിസ്കാർഡ്, പിന്നെ നെയിം ഓഫ് ദി ഇൻ്റർഫേസ് കാണിക്കുന്നുണ്ട്, പ്രോട്ടോക്കോൾ ICMP, പാക്കറ്റ് ലെങ്ത്ത്, പിന്നെ സോഴ്സ് അഡ്രസ്സ്. ഇവിടെ നോക്കിയാൽ കാണാം സോഴ്സ് അഡ്രസ്സ് നോക്കിയാൽ കാണാം നമ്മൾ കമ്പ്യൂട്ടറിന് പുതിയതായിട്ട് അസൈൻ ചെയ്ത് 192.168.100.13 ആണ് IP. മുന്നേ നമ്മുടെ കമ്പ്യൂട്ടറിന് 100.11 ആയിരുന്നു ഉണ്ടായത്. ഡെസ്റ്റിനേഷൻ അഡ്രസ്സ് നോക്കിയാൽ കാണാം സെയിം തന്നെ 192.168.100.1. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ജുനിപ്പറിലൊരു പിങ് ഡിസ്കാർഡ് ചെയ്യാനും അതുപോലെ ആ പാക്കറ്റ്സിനെ ലോഗ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഫയർവാൾ ഫിൽറ്റർ കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കേസിൽ നമ്മൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഡിവൈസിലേക്ക്, ഈ ഒരു സ്വിച്ചിൻ്റെ IRB ഇൻ്റർഫേസിലേക്ക് ഈ കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ എൻഡ് ഡിവൈസിനും ഉള്ള പിങ് പാക്കറ്റ് ഡിസ്കാർഡ് ചെയ്യാനും അതുപോലെ ലോഗ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ഫിൽറ്ററാണ് നമ്മൾ കോൺഫിഗർ ചെയ്തത്. ഓക്കെ.